कस्तूरी मृग, कस्तूरी मान। कस्तूरी मृग मध्य और पूर्वी एशिया के पहाड़ों की ऊंची तराइयों में पाए जाते हैं. മധ്യ ഏഷ്യയിലെയും കിഴക്കൻ ഏഷ്യയിലെയും ഉയർന്ന പർവ്വത താഴ്വരകളിലാണ് കസ്തൂരിമാൻ കാണപ്പെടുന്നത്. കസ്തൂരി ബഹുത് कीमती चीज़ है. കസ്തൂരി വളരെ വിലപ്പെട്ട ഒരു വസ്തുവാണ്. കസ്തൂരി ഘുലൻശീൽ പദാർത്ഥ है. കസ്തൂരി ലയിക്കുന്ന ഒരു പദാർത്ഥമാണ്. കസ്തൂരി മൃഗ പൂർണ്ണ രൂപ से शाकाहारी होते हैं. കസ്തൂരിമാൻ പൂർണ്ണമായും സസ്യാഹാരികളാണ്. ये आधी रात के बाद ही निकलते हैं और सवेरे अपने अड्डे पर वापस आते हैं. അവർ അർദ്ധരാത്രിക്ക് ശേഷം മാത്രമേ പുറത്തിറങ്ങൂ. രാവിലെ അവരുടെ താവളത്തിലേക്ക് മടങ്ങും. वे अन्य हिरणों से आकार में छोटे होते हैं. उनके सिंग नहीं होते. മറ്റു മാനുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് വലിപ്പം കുറവാണ്. ഇവയ്ക്ക് കൊമ്പുകളില്ല. दोनों कान लंबे होते हैं. രണ്ട് ചെവികൾ നീളമുള്ളവയാണ്. इनकी आंखें बड़ी बड़ी और सुंदर होती है. ഇതിൻ്റെ കണ്ണുകൾ വലുതും മനോഹരവുമാണ്. पीछे के पैर आगे के पैरों से लंबे होते हैं. പിൻകാലുകൾക്ക് മുൻകാലുകളേക്കാൾ നീളമുണ്ട്. इनके पैर पतले पर मजबूत होते हैं. ഇതിൻ്റെ കാലുകൾ മെലിഞ്ഞതും ശക്തവുമാണ്. इस मृग चालांग मारकर दौड़ते हैं. ഈ മൃഗം ചാടി ചാടിയാണ് ഓടുന്നത്. इनके शरीर पूरे रंग के बालों से भरे रहते हैं. ഇവയുടെ ശരീരം തവിട്ട് നിറമുള്ള രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. नर हिरणों के मुख में लंबे और अंदर की ओर झुके हुए दो दांत होते हैं. ആൺമാനിൻ്റെ വായിൽ നീണ്ടതും ഉള്ളിലേക്ക് വളഞ്ഞതുമായ രണ്ട് പല്ലുകൾ ഉണ്ട്. मादा हिरण एक बार एक या दो बच्चों को जन्म देती है. പെൺമാൻ ഒരേ സമയം ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. കസ്തൂരി മൃഗ की नाभि में एक थैली रहती है जिसमें कस्तूरी उत्पन्न होती है. കസ്തൂരി മാനിൻ്റെ പൊക്കിളിൽ ഒരു തരം സഞ്ചിയുണ്ട്. അതിൽ നിന്നാണ് കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നത്. 3 साल से अधिक उम्र वाले हिरणों की नाभि में ही कस्तूरी पाई जाती है. 3 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള മാനുകളുടെ പൊക്കിളിലാണ് കസ്തൂരി കാണപ്പെടുന്നത്. वह सोयाबीन के बीज के आकार की होती है. ഒരു സോയാബീൻ വിത്തിൻ്റെ വലിപ്പമുണ്ട് ഇതിന്. वह उत्तम कस्तूरी मानी जाती है. ഇത് ഏറ്റവും മികച്ച കസ്തൂരിയായി കണക്കാക്കപ്പെടുന്നു. बच्चों की बीमारियों की दूर करने के लिए कस्तूरी मिलाकर दवाएं बनाई जाती है. കുട്ടികളുടെ രോഗങ്ങൾ ഭേദമാക്കാൻ കസ്തൂരി രസം കലർത്തി മരുന്നുകൾ ഉണ്ടാക്കുന്നു. भारत के मुख्य चिड़ियाघरों में भी हम इन्हें देख नहीं सकते. ഇന്ത്യയിലെ പ്രധാന മൃഗശാലകളിൽ പോലും നമുക്ക് അവയെ കാണാൻ കഴിയില്ല. സമതൽ पर लाए जाने पर वे कुछ ही दिनों में मर जाएंगे. സമതല പ്രദേശങ്ങളിൽ കൊണ്ടുവന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവ മരിച്ചു പോകും. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.